മലയാളികൾക്ക് മുഖവരെ യാതൊരു ആവശ്യവുമില്ലാത്ത രണ്ടുപേർ. ചേട്ടാ എന്തായി ഓണം? ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം. വീട്ടിൽ പോകാൻ വേണ്ടി ജനങ്ങൾ തെക്കോട്ട് വിടുക. അവരെ വീട്ടിലെത്തിക്കാനുള്ള നടപടിയായോ? എല്ലാ ഓണത്തിനൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവും. പ്രവാസികൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിനൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഇടുന്നുണ്ട്. ബുക്കിംഗ് റിസർവേഷൻ വരെ ഒരു 70% സീറ്റ് ബുക്കായാൽ ഉടനെ അടുത്ത വണ്ടി ഇടും. അങ്ങനെ വണ്ടിക്കൊന്നും ഒരു കുറവില്ല. എല്ലാം നന്നായി നടക്കുന്നുണ്ട്. KSRTC ഉദ്യോഗസ്ഥരിങ്ങനെ വളരെ അലർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ജനങ്ങളെ വീട്ടിൽ എത്തിക്കാനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ചേച്ചി, നമ്മുടെ ഓണം എന്താ? നമ്മളുടെ ഓണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നേരത്തെ എല്ലാം അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദി ടു ഓഫ് അസ്. കാരണം സ്റ്റാഫും ഓണത്തിന് എല്ലാവരും ആ ദിവസമെങ്കിലും വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ അവർ പോവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഗണേശേട്ടനും പിന്നെ നമ്മുടെ കൂടെ മനോജും നമ്മൾ എല്ലാ വർഷവും അങ്ങനെയാണ്. എങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു തിരുവനന്തപുരത്തൊക്കെ പഠിക്കുമ്പോഴും കൊച്ചായിരിക്കുമ്പോഴും ഈ ഓണത്തിൻ്റെ അന്ന് അച്ഛൻ്റെ അമ്മ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അമ്മൂമ്മ ഈ ആനകളെയൊക്കെ വരുത്തും. അപ്പോൾ ഈ ആനയെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഓണത്തിന് ഏറ്റവും വലിയ സന്തോഷം. കാരണം ആനയെ അച്ഛൻ കാണിക്കത്തില്ല, ഒരു കൊല്ലത്തിലൊരിക്കലേ കാണത്തുള്ളൂ. അപ്പോൾ വെല്ലത്തൊക്കെ പോയിരിക്കുന്ന ആനയെ ഓണത്തിന് എന്തായാലും കൊണ്ടുവരും. ഇവിടെ താഴെ ഒരു തോടുണ്ട്, തോട്ടിലൊക്കെ ആനയെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയി അതിൻ്റെ കൂടെ പോയി വെള്ളത്തിൽ കിടന്ന് മറിയുകയൊക്കെ ചെയ്യും. കാരണം അന്ന് ആരും ഒന്നും പറയത്തില്ല, അമ്മ അങ്ങനെ പഠിക്കുന്നതൊന്നും പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സന്തോഷം അതായിരുന്നു ഓണത്തിൻ്റെ. പക്ഷേ ചേച്ചി ദൂരെ നിന്ന് മാത്രമാണോ ആനയെ നേരത്തെ കണ്ടുള്ളത് അല്ലേ? പക്ഷേ ഇവിടെ വന്നപ്പോൾ ആനപ്പുറത്ത് കയറുന്ന ആള് ഇപ്പം എന്നെക്കാലം ധൈര്യം ഞാനൊരു ചെറിയ അകൽച്ച വയ്ക്കും, ഇതിൻ്റെ തനി സ്വഭാവം എടുത്താലോ എന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ അത് അറിഞ്ഞിടാത്തോണ്ടാന്ന് തോന്നുന്നു അതിന് വളരെ ക്ലോസ്. ഗണേശേട്ടൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ രണ്ടുപേരെയും വിശ്വനാഥനും ശ്രീകണ്ഠനുമാണ്. ശ്രീകണ്ഠൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആനയാണ്, വിശ്വനാഥൻ ഗണേശേട്ടൻ്റെ ആന തന്നെയാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ദുബായിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്രയും ക്ലോസ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ് 4 years ആയിട്ട് ഞാനും മനോജും കൂടിയിട്ടാണ് നോക്കുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി അതിനെ തന്നെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഗണേശേട്ടൻ്റെ അടുത്ത് ആൾക്കാർ ഇവിടെ ഉള്ളവർ ചോദിക്കും, യ്യോ ചേച്ചിക്ക് പേടിയില്ലേ? എന്നിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് കയറും. അപ്പോൾ പറയും ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ, അത് ഒന്നും അറിഞ്ഞുകൂടാണ്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരോടും വളരെ സ്നേഹമാണ്. ഗണേശേട്ടൻ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചിട്ടേ നിൽക്കുള്ളൂ. സ്നേഹമൊക്കെയാണ് വിശ്വനാഥ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിയാം. വേറെ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ലെങ്കിലും ഗണേശേട്ടൻ വന്നിട്ട് വിശ്വനാഥ എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞതെല്ലാം കാണിച്ച് ഉമ്മ കൊടുക്കും. അത്രയും സ്നേഹമാണ്, വേറെ ആരടുത്തും ഇല്ല. സിനിമാ കാലത്ത് ഒരു ഓണം ഉണ്ടല്ലോ, അതൊരു പല സമയങ്ങളിൽ ലൊക്കേഷനിലായിരിക്കും. നമ്മൾ എല്ലാ തിരുവോണത്തിനും കാണാറുണ്ട്, ലൊക്കേഷനിൽ ഒരു ഓണം ഉണ്ടാവും. അതൊരു വല്ലാത്തൊരു ലൊക്കേഷനിലാണ് പല വർഷവും ഓണമാവും. ഈ സിനിമയിൽ പോയതിന് ശേഷം വീട്ടിൽ വന്ന ഓണാഘോഷം കുറഞ്ഞു. സിനിമയുടെ സെറ്റിലായിരിക്കും, ലൊക്കേഷനിലായിരിക്കും കൂടുതൽ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത ഓട്ടോ എന്ന സിനിമ. അന്ന് ലാലേട്ടനും വേണു നാഗവള്ളിയാണ് അദ്ദേഹം ഡയറക്ടർ. വേണുചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി അവിടെ കോഴിക്കോട് ഒരു വീട്ടിൽ വെച്ചാണ് ഓണം ആഘോഷിച്ചത്. പിന്നെ മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ഫുഡിനൊന്നും ഒരു കുറവുണ്ടായില്ല. നമ്മുടെ സദ്യ എന്നൊക്കെ പറഞ്ഞ ഗംഭീര സദ്യയായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. ഓണം അവിടെയായിരുന്നു. അങ്ങനെ പല ഓണങ്ങൾ. ചിലപ്പോൾ മദ്രാസിലൊക്കെ ആണെങ്കിൽ പ്രിയദർശനം ഞാനിവിടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങളൊരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾക്ക് ഓണമൊന്നുമില്ല. ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുക. ഇന്ന് ഓണമാണെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. ഇന്ന് ഓണമാണല്ലോ എന്ന് അങ്ങോട്ട് സംസാരിക്കും. ഞാനും അപ്പോൾ ഷൂട്ടിംഗ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ കുറേ കാലമായിട്ട് KSRTC ജീവനക്കാർക്ക് അങ്ങനെ ഒരു സന്തോഷം ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. പക്ഷേ ഇത്തവണ ഓണം ബോണസ് കൊടുത്തു, കൃത്യമായ ശമ്പളം കൊടുത്തു, എംപാനൽ ജീവനക്കാർക്ക് ശമ്പളവും ഒപ്പം 1000 രൂപയും കൊടുത്തു. എങ്ങനെ സാധിച്ചു? അല്ലാതെ നമ്മുടെ ഒരു താല്പര്യമാണ്, അങ്ങനെ കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ ശമ്പളം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേ തന്നെ കൊടുക്കാൻ. കാരണം എൻ്റെ അച്ഛൻ്റെ കാലത്താണ് ആദ്യമായിട്ട് KSRTCക്കാർക്ക് ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കുന്നത്. പിന്നെ 1-ാം തീയതി പിന്നെ അങ്ങനെ നീണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പോയി. KSRTC ഒരു സാമ്പത്തിക ഞെരുക്കം ഇപ്പോഴും ഉണ്ടെങ്കിലും പഴയ പോലുള്ള നഷ്ടം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ KSRTCയുടെ നഷ്ടം 62 കോടി രൂപയാണ്. ഈ വർഷം 41 കോടിയേ ഉള്ളൂ. അപ്പം നഷ്ടം ഒരു വർഷം കൊണ്ട് വളരെ കുറയ്ക്കാനും യാത്രക്കാരെ എണ്ണം വർദ്ധിപ്പിക്കാനും അനാവശ്യമായ വണ്ടിയുടെ ഓട്ടം കുറയ്ക്കാനും കഴിഞ്ഞു. അതിലാണ് ഈ നഷ്ടം നികന്നത്. അല്ലാതെ വേറെ മികച്ച പ്രകടനമൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓരോ കിലോമീറ്ററും സമ്പാദിക്കുന്ന പൈസ 46-ൽ നിന്ന് 49-ലേക്ക് പോയി. അപ്പോൾ ഈ ഒരു നേട്ടമാണ് ഈ ഒരു നഷ്ടം കുറയാനുള്ളത്. അപ്പോൾ ഈ നഷ്ടം കുറഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിലാണ് ഓടുന്നത്. എന്നാൽ പോലും ഓണം എന്ന് പറയുമ്പോൾ KSRTC ജീവനക്കാർക്ക് മാത്രമല്ല, മലയാളി എന്താണെന്നറിയില്ല. നമുക്കറിയാം, ഏതൊരു സാധാരണക്കാരോട് ചോദിച്ചാലും എത്ര വലിയ ആളോട് ചോദിച്ചു ഓണമല്ലേ എന്ന് പറയും. ഈ ഓണം എന്ന് പറയുന്ന ഒരു സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണെന്ന് മനുഷ്യൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ആ വികാരത്തിൽ ഒരു വിഭാഗത്തെ മാത്രം നമ്മൾ പട്ടിണി കിടുകയും അവർ ഞങ്ങൾക്ക് ഓണമില്ല, ഓണത്തിന് ഞങ്ങൾ കഞ്ഞി വെച്ച് സെക്രട്ടറിയേറ്റ് മുമ്പിൽ കിടക്കുകയാണെന്നൊന്നും പറയാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് നിർബന്ധപൂർവ്വം നമ്മളൊരു കരുതലോടുകൂടി നീങ്ങുകയും ഓണം ആഘോഷിക്കാനൊരു അവസരവും ഒരു ഫെസ്റ്റ് നടത്തി, ഒരു ട്രാൻസ്പോ നടത്തിക്കൊണ്ട് KSRTC ജീവനക്കാർക്ക് എൻജോയ് ചെയ്യാൻ ഒരവസരം കൂടി കൊടുത്തു. അവരുടെ പുതിയ വണ്ടികൾ ഇറക്കിക്കൊണ്ട് അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല പിക്ചർ KSRTC നല്ല പിക്ചർ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ പിക്ചറെല്ലാം ഉണ്ടാക്കിയിട്ട് ശമ്പളം കൊടുക്കാതിരുന്നാൽ
അതുകൊണ്ടാണ് ഓണത്തിന് കൊടുക്കും. ഇനിയുള്ള കാലങ്ങളിലും കൊടുക്കാൻ കഴിയുന്നതാണ്. ഈ നിലയ്ക്ക് പോയാൽ ഇനിയുള്ള കാലങ്ങളിലും കൃത്യമായി ഇതൊക്കെ കിട്ടും. ചേച്ചി തിരക്ക് വലിയ തിരക്ക് എം എൽ എ ആയ സമയത്ത് തന്നെ തിരക്കായിരുന്നു. മന്ത്രിയായ സമയത്ത് കിട്ടാറുണ്ടോ പുള്ളിയെ? ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹി വാസ് ദി MLA. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പത്തനാപുരത്തിൻ്റെ CEO ആണെന്ന് പറയും. കാരണം എല്ലാ കാര്യങ്ങളും ഒരു MLA ചെയ്യേണ്ടതല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ KSRTCയുടെ മിനിസ്റ്ററായി. ഇപ്പോൾ KSRTCയുടെ CEO ആണ്. എല്ലാ കാര്യങ്ങളും, അതായത് ഡ്രൈവ് ചെയ്യുന്നത് തൊട്ട് ക്ലീൻ ചെയ്യുന്ന, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർ എല്ലാ ദിവസവും ഞാൻ ഈ കേൾക്കുന്നതാണ്. ഫോണിൽ രാത്രി വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എല്ലാവരെയും ഫയർ ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അവരോട് മറുപടി കൊടുക്കുക, അവരോട് ഇന്ന ബസ് പ്രശ്നമായി എന്ന് പറഞ്ഞാൽ ഉടനെ രാത്രി 10 മണിയായാലും MD വിളിക്കുന്നു പറയുന്നു. ഇപ്പം ഞാൻ പറയും ഇതിനത്ര സ്ട്രെസ്സ്. ഇത് പ്രൊഫഷണലി അല്ല, പേഴ്സണലിയും ലൈഫിൽ വളരെയധികം സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ്. ഒരു കാര്യം ചെയ്താൽ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ KSRTC ജീവനക്കാർക്ക് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു, ശമ്പളം കൊടുക്കാൻ. അപ്പോഴും ഈ എംപാനലുകാരെ, ബദലിക്കാരെ എങ്ങനെ അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം. അപ്പോൾ അവർക്കും ഉടൻ തന്നെ നമുക്ക് വലിയ ചിലവാണ്, 10-50 ലക്ഷം രൂപ അധിക ചിലവാണ്. അപ്പോഴും എന്നാലും വേണ്ടിയില്ല, അവർക്ക് മാത്രം ഓണം ഇല്ല എന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ അവർ കൂടി അങ്ങ് കൊടുക്കുകയായിരുന്നു. അവരുടെ ശമ്പളം വന്നവരുള്ളെല്ലാം സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഒരു അലവൻസും കൊടുക്കാൻ പറഞ്ഞു. ചേച്ചി വർഷങ്ങളോളം വിദേശത്താണ് ഓണം ആഘോഷിച്ചിരുന്നത്. അവിടുത്തെ ഒരു ആഘോഷം എന്തായാലും ഫ്ലാറ്റിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെക്കാട്ടും നമ്മൾ അവിടെയാണ്, ദുബായിലാണ് എല്ലാ മലയാളികളും എൻജോയ് ചെയ്യുന്നത്. കാരണം എല്ലാം ഭയങ്കര എക്സ്ട്രീമായിട്ടാണ് അവിടെ എൻജോയ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓണത്തിന് വരുമായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടിയുള്ളൊരു ഓണം. അത് അമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പരിചയമുള്ള എല്ലാവർക്കും ഓണക്കോടി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് നൈസ് ബിക്കോസ് ഞാൻ വിചാരിക്കും ഓണത്തിനെങ്കിലും യു ഗെറ്റ് ടു ബി വിത്ത് ഹിം. എല്ലാ ഓണത്തിനും ഇങ്ങനെ അത്തപ്പൂക്കളം ഉള്ളതാണോ? അല്ല, ആക്ച്വലി ഇത് കണ്ണന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. രണ്ടുപേർക്കും മടിയായി ഇതെല്ലാം ചെയ്യാനായിട്ട്. സദ്യ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് 2-3 വർഷമായിട്ട് ആദ്യമായിട്ടാണ് കണ്ണൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ഇട്ടതാണ്. പല സമയങ്ങളിൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ജനപ്രതിനിധികളാണ്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അനുഭവം തിരിച്ചു വിളിക്കാറുണ്ട്. എങ്ങനെ സാധിക്കുന്നു? എത്രയോ കോൾ വരുന്ന, എത്രയോ മെസ്സേജ്. മാക്സിമം തിരിച്ച് വിളിക്കാൻ നോക്കും ഞാൻ. കാരണം എന്താ പറയുക, പിന്നെ എൻ്റെ ഫോണിനകത്തൊരു 10,000 നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഞാൻ എന്നോടൊപ്പം അഭിനയിച്ച ആളുകളുണ്ടല്ലോ, അവർ പലരും മരിച്ചു പോയവരുണ്ട്. പക്ഷെ അവരുടെ നമ്പർ പോലും ഞാൻ മായ്ച്ച് കളഞ്ഞിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, അവരെ മക്കളോ ഭാര്യയോ ആരെങ്കിലും ഒരു അത്യാവശ്യം വന്ന് വിളിച്ചാൽ, അവർക്കൊരു ആവശ്യം വന്ന് വിളിച്ചാൽ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരുടെ എല്ലാ നമ്പർ. അത് മാറിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അയാളുടെ നമ്പർ മായ്ച്ച് കളയില്ല. നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരോടും ഒരേ സ്നേഹമാണ്. അതുപോലെയാണ് നമ്മുടെ കിളികളുണ്ടല്ലേ. അതെ, കിളികളുണ്ട്. ആന നിൽക്കുന്നു, മതപ്പാടിലാണ്, അതുകൊണ്ടാണ് മാറ്റാത്തത്. നമുക്ക് എന്തായാലും അതിലേക്ക് പോയാലോ. ഓണത്തിന് കേട്ടാ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഓണാട്ടേര മേഖലയിൽ ഉറുമ്പൂട്ട് എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതായത് ഉറുമ്പിനെ പോലും ഊട്ടിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതായത് ഇവിടെ എല്ലാ ദിവസവും ഈ കിളികളെ വളർത്തുന്നു, പലതരത്തിലുള്ള കിളികളുണ്ട്. എങ്ങനെ ഈ കിളികളിലേക്കൊരു സ്നേഹം വന്നത്? കിളികളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. അപ്പം നേരത്തെ കുറേ ലവ് ബേർഡ്സിനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു. പക്ഷെ അവർക്കൊന്നും നമ്മൾക്ക് സ്നേഹം തിരിച്ചു തരാൻ അറിയില്ല. കാരണം അവർ നമ്മുടെ അടുത്തേക്ക് വരില്ല. നമുക്ക് അവരെ കാണാൻ നല്ല ഭംഗിയാ, ലവ്വേ ഉള്ളൂ. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടേ ലവുള്ളൂ, നമ്മളോട് ലവില്ല. അപ്പം നമ്മൾ പിന്നെ നമ്മളെ അറിയുന്നതും നമ്മളെ സ്നേഹിക്കുന്നതായിട്ടുള്ള കിളികൾ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും എന്നെ അറിയാം, ഗണേശേട്ടനെ അറിയാം. ആദ്യം നമ്മൾ വീട്ടിനകത്ത് ഒരു കൂടൊക്കെ വെച്ച് ഇതുപോലെ 1-2 പക്ഷിയൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിനൊരു സ്വാതന്ത്ര്യം വേണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പക്ഷികളുടെ എണ്ണം കൂടി, അപ്പോൾ ഇതിന് കൂട് വലുതായി. ഇതിനകത്ത് ഓരോ കൂട്ടിലും ഓരോ തരം പക്ഷികളാണ്. ഇവർ കുറച്ച് ചെറിയ പക്ഷികളാണ്. അവർക്കൊക്കെ വേറെ വേറെ ഭക്ഷണങ്ങളുമാണ്. വാ, ആരോ ചെയ്യത്തില്ല, വാ. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ ചേച്ചി എത്രയും നേരം ആ കിളികളുടെ കൂടാണ്. അതാണ്ടേ അവിടെ ഇരുന്നുള്ളത്. ഓ, സ്നേഹം. പ്രത്യേക പരിഗണന. ഡാൻസ് ഒക്കെ കളിക്കും, ഭയങ്കര ഡാൻസാണ്. ഇതിൻ്റെ ഒരു തമാശയുണ്ട്. വാങ്ങിച്ചുകൊണ്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ അറിയാതെ കയ്യിലെടുത്തിട്ട് ഇത് പറന്നങ്ങ് പോയി. ഇനി കൂടൊന്നുമില്ല, പറന്നങ്ങ് പോയി. ഈ കിളി പോയി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബേളായി. അവസാനം ഒരു നിവൃത്തിയില്ല, എല്ലാവരും നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ പണിപ്പെട്ട് ഏണി വെച്ചൊക്കെ നോക്കി. അങ്ങനെയല്ല, ഗണേശേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നു. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഫീഡിംഗ് ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫീഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൈ ഒരു 10 ദിവസം പോലും ആയിട്ടില്ല വീട്ടിൽ വന്നത്. പെട്ടെന്ന് അങ്ങോട്ട് കയ്യിൽ നിന്ന് പറന്നു പോയിട്ട് ആ മരത്ത് പോയിട്ട് രക്ഷയിൽ മേലെ പറന്നു പോയി. അത് കഴിഞ്ഞ് ഞാനും മനോജും കൂടി 2 മണിക്കൂർ നോക്കി, വരുന്നില്ല. അതങ്ങനെ പോയി, അവിടെ സ്കൂളിൽ പോയി, നമുക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് പേടിയായി. ഗണേശേട്ടൻ പറഞ്ഞിട്ട് ഗണേശേട്ടൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ബഹളം ഉണ്ടാക്കുമല്ലോ. അത് കഴിഞ്ഞ് മനോജ് എന്ത് ചെയ്തു വെച്ചാൽ ഫയർ എഞ്ചിനെ വിളിച്ച് കൊട്ടാരക്കരയിൽ നിന്ന്. എന്നിട്ട് അവർ വന്നിട്ട് അവർക്ക് കാണാം, ഫയർഫോഴ്സ്. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് അവർക്ക് പറഞ്ഞ് ഞങ്ങൾ പൂച്ചയെ കിണറ്റിന്നൊക്കെ പിടിക്കാറുണ്ട്, പക്ഷെ കിളിയെ എങ്ങനെ പിടിക്കാൻ പറ്റും? എന്നിട്ട് അവരിങ്ങനെ ഇത് വെച്ചിട്ട് സ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു മരത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് പോയി വേറൊന്നിലേക്ക് ചാടും. അങ്ങനെ 2 മണിക്കൂർ അവർ ട്രൈ ചെയ്തിട്ട് അവസാനം അവർക്കത് കിട്ടി. അത്ഭുതകരമായിട്ട് ഈ കുഞ്ഞിനെ കിട്ടി. ഞാൻ തിരിച്ച് ഇതിനടുത്ത് പിന്നെ അതിൻ്റെ പേര് ഇപ്പോൾ ഫയർ എഞ്ചിൻ. ഇത് ബ്യൂട്ടി. അത് ബോബൻ, അത് മോളി, അത് റോമിയോ, അവിടെ ജൂലിയറ്റ്. എല്ലാവർക്കും പേരുണ്ട്. ചെയ്യാൻ വേണ്ടി തല കാണിച്ചു തരാ. തല കാണിച്ചു തരാം. ചേട്ടാ, ഈ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് പണ്ട് പിള്ളസാറിൻ്റെ ഓഫീസ് എങ്ങനെയാണോ അതുപോലുള്ള കസേരകൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. എനിക്കിപ്പോൾ കൗതുകം തോന്നിയതേ KSRTC എൻ്റെ ഒരു മിനിയേച്ചറാണ്. അതെ, ഇതൊരാളുണ്ടാക്കി തന്നാണ്. അത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നാണ്. BEd കോളേജ്, നമ്മുടെ തന്നെ BEd കോളേജിലെ കുട്ടികളും പ്രിൻസിപ്പലും എല്ലാം കൂടെ തന്നൊരു സാധനമാണ്. വല്ലാത്തൊരു കുട്ടി മനസ്സുണ്ടല്ലേ? മനസ്സ് ചെറുതാണ്, കുഞ്ഞുങ്ങളെ സ്വഭാവമാണ്. അതാണ് കിളികൾ അങ്ങനെ ഈ ഞാൻ പറയാം, എൻ്റെ മനസ്സ് ഈ സ്നേഹം കൂടുതലാണ്, അതാണ് കുഴപ്പം. അതുകൊണ്ട് ദുഃഖവും കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു കിളിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് ഇതിനെ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കുമെന്ന് പറയുന്നത്. ആനയ്ക്ക് എന്തെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാൽ ഇവരിപ്പം പിന്നെ ബിന്ദു മനോജും കൂടെ ഒളിച്ചു വയ്ക്കും എന്നോട്. കാരണം എനിക്ക് അറിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്, ടെൻഷനാവും. രാത്രി രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ആനയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും ആനയ്ക്ക്. അപ്പോൾ ഉടനെ മനോജ് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പറയും, സാറിന് ഒരു കാരണവശാലും പറയരുത്. കാരണം അന്നത്തെ ദിവസം രാത്രി ഉറങ്ങില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും പറയണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് അതെല്ലാം ആൾക്ക് വല്ലവരും അയച്ചു കൊടുക്കും. അങ്ങനെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ഇത് കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഒരു പൊട്ടിത്തെറിയാണ്, നെഞ്ചുവേദന, വയ്യ. കാരണം ഇത് സഹിക്കാൻ പറ്റില്ല. എല്ലാത്തിനെയും നമ്മളുമായൊരു ഒരു ബന്ധപ്പെടുത്തി ഞാൻ കാണും. അങ്ങനെ ഇപ്പോൾ ഒരു യന്ത്രം എടുത്ത് നോക്കിയാൽ ഞാൻ പലപ്പോഴും KSRTCയിലെ ജീവനക്കാർ പറയാറുണ്ട്, ഈ ബസ് എന്ന് പറയുന്ന സാധനം ഒരു ജീവനുള്ളൊരു സാധനമായിട്ട് കരുതി അതിനെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവനുള്ള ഒരു പശുവിനെ ഒരു കുഴി കൂടെ വലിച്ചെടുക്കും ഇല്ല. അതുപോലെ ഇതൊരു ജീവനുള്ളൊരു സാധനമാണ് എന്ന് കരുതി അതിനെ സ്നേഹിക്കുക. പറഞ്ഞില്ല, ഹരിപ്പാട് ഒരു ഭാര്യയും ഭർത്താവ്, അവർ ആ ജീവനുള്ള അവരൊരു കുഞ്ഞിനെ പോലെ അവരതിനെ സ്നേഹിക്കുകയാണ്. അത് അവരുടെ തൊഴിലാണെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അതിനോടൊരു സെൻറ്റിമെൻറ്റ്. അവരെ രണ്ടുപേരെയും കൂടെ തെക്കോട്ടും വടക്കോട്ടും അടിച്ചേച്ച് ഇത് അവർ കൊടുക്കാതിരുന്നാൽ എന്ത് സങ്കടമാണ്. പണ്ട് വനം വകുപ്പിലൊരു ഓഫീസർ ഭാര്യ പ്രസവിച്ചു. അപ്പോൾ ഓഫീസർ രണ്ടുപേരും IPS റാങ്ക് IFS റാങ്കുകാരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ വൈഫ് പ്രസവിച്ചു, വീട്ടിൽ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും കൂടെ ഓരോ ഓഫീസിൽ ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ എളുപ്പമുണ്ടല്ലോ, രണ്ടുപേരും ഓരോ. അപ്പോൾ എന്നോട് മേലുദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു, സാർ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും കൂടി ഓഫീസിൽ നടക്കൊരു തൊട്ടിൽ കെട്ടിയിട്ട് കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നോക്കാൻ അവർക്ക് വീട്ടിൽ ആളില്ലെങ്കിൽ, അവർ മലയാളികളല്ല, തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ അവർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരേ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു. ചേട്ടാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളുടെ മനസ്സാന്ന്, അല്ലെങ്കിൽ കുട്ടികളെ പോലെയാണ്. എൻ്റെ വീട്ടിൽ 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, മൂത്ത പോന് 11 വയസ്സ് കഴിഞ്ഞു. അവരുടെ കളിപ്പാട്ടം പോലും ഇത്രയില്ല. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതെല്ലാം ഇപ്പോൾ എടുത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ നമ്മുടെ എക്സ്പോയ്ക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. തിരിച്ച് പാക്കിങ് കഴിച്ചില്ല. അതൊരു കുട്ടിക്കാലത്തുള്ളൊരു ഇഷ്ടമാണ്. ഈ ഞാൻ പറഞ്ഞ ആനയോടുള്ള ഇഷ്ടം, അങ്ങനെ ഈ പക്ഷി അങ്ങനെയൊക്കെയുള്ള തോന്നുന്നൊരു ഇതുണ്ട്. ആ മനസ്സാണ് ഞാൻ ഈ കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിലുള്ളത്. എനിക്ക് കണ്ടുകൊട്ടേ ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ കണ്ടാൽ ഭയങ്കര ഇഷ്ടം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനായ സ്പീക്കർ AN ഷംസീർ ജപ്പാനിൽ പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ്, ചേട്ടാ ഒന്ന് ഇവിടം വരെ വാ, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ടയോട്ടയുടെ ഒരു ജീപ്പ് എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളെ ഓരോരുത്തരും ഓരോ പിരാന്ത് എന്ന് പറഞ്ഞ് എനിക്ക് തന്ന്. ഞാൻ ജപ്പാനിൽ പോയിട്ട് വന്നാൽ എന്തെങ്കിലും കൊണ്ട് തരണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. അത്ര സഹോദരനാണ്, കൂടെപ്പറപ്പാണ്. അത്രയും ഇങ്ങനെ ചെറിയ കളിപ്പാട്ടങ്ങളുമായിട്ട് ഒരു മന്ത്രിയാണ്, ഒരു തരത്തിലും സമയമില്ലാത്ത ഒരാളാണ്. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ചേച്ചി വിദേശത്ത് പോയിട്ട് വരുമ്പം സമ്മാനങ്ങൾ ഇതൊക്കെ തന്നെയാണോ? ഞാൻ
ഒരു മാസത്തിലൊരു 1 വീക്ക് ഞാൻ ദുബായിലായിരിക്കും പോയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് ദുബായിലായതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവരാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വരുമ്പോൾ നമ്മുടെ 40 കിലോയിൽ ഒരു 20 കിലോ ഗണേശേട്ടനുള്ള കളിപ്പാട്ടങ്ങൾ, പിന്നെ അതിൻ്റെ പാർട്സുകൾ അങ്ങനെയെല്ലാം. പിന്നെ ഗണേശേട്ടന് അവിടുത്തെ തൈര് അതൊക്കെയാണ് ഇഷ്ടം. അതായത് അവിടുത്തെ തൈരുകളെല്ലാമാണ് കൊണ്ടുവരുന്നത് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോൾ അത് കൊണ്ടുവരണം. പിന്നെ കിളിയുടെ അതെ കുഞ്ഞിലേ ഉണ്ട്. കുഞ്ഞിലേ അമ്മ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അമ്മയോട് പറയും, അമ്മ ഒരു കാറോ ഒരു ചെറിയ ട്രാക്ടറോ ഒരു ലോറി ഇങ്ങനെ ലിസ്റ്റുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയായെന്ന് പറയും. അച്ഛനാണെങ്കിൽ വാങ്ങിച്ചു തരത്തില്ല. അച്ഛൻ പറഞ്ഞ പിള്ളേരെ അതൊക്കെ നശിപ്പിച്ചോളേ വേണ്ടാന്ന് പറയും. അമ്മ രഹസ്യമായിട്ട് ഡൽഹിയിലും അവിടെയൊക്കെ പോയിട്ട് വരുമ്പം ചെറിയ കാറുകളെ കൊണ്ടുവരും. അന്ന് ഈ ഡോറ് തുറക്കുന്ന കാറെന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ചെറിയ കാറിങ്ങനെ ഈ ടോപ്പില്ലാത്ത കൊച്ചു കാറൊക്കെ കിട്ടും. അതൊക്കെ അമ്മ കൊണ്ടു തരുമായിരുന്നു. ഒരു ട്രാക്ടർ കൊണ്ടു തന്നമ്മ എനിക്ക്. ഈ ട്രാക്ടർ ചുമന്ന ട്രാക്ടർ ഇരുമ്പിലുള്ള. ഈ സാധനം എവിടെയോ കളഞ്ഞു, ആരും അടിച്ചുകൊണ്ട് പോയി കൊട്ടാക്കര വീട്ടിൽ നിന്ന്. അതെൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖമായിരുന്നു ഒരുപാട് വർഷം. ഈ അടുത്ത കാലത്താണ് അതുപോലൊരു ട്രാക്ടർ കിട്ടിയത്. ഇപ്പോൾ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ എൻ്റെ ഈ കളക്ഷൻ കണ്ടിട്ട് അശോക് ലൈനിൽ ജോലി ചെയ്യുന്നൊരു മലയാളി, അദ്ദേഹം അവിടുത്തെ ഒരു മാനേജർ സ്റ്റൈലിലാണ്. അദ്ദേഹം അവരുടെ അടുത്ത് കൊടുത്തയച്ചു ഒരു വലിയ ടിപ്പർ ലോറി. അവരെ കമ്പനിയുടെ ഒരു മോഡൽ ടിപ്പർ ലോറി എനിക്ക് കൊടുത്തയച്ചു. കാരണം വെച്ചാൽ എനിക്ക് എന്നെ ടി വിയിലൊക്കെ ഈ ഒരു ഹോബി കണ്ടിട്ടാണ്. കാരണം ഈ കളിപ്പാട്ടം വാങ്ങിക്കുന്നത് മാത്രമല്ല, രാവിലെ നമ്മൾ വാങ്ങിക്കുന്നത് അസംബിൾഡ് അല്ലാത്ത കളിപ്പാട്ടങ്ങളാണ്. അതായത് 2000 പാർട്സൊക്കെ ഉള്ള വലിയ ട്രക്കും ലോറിയൊക്കെയാണ്. അപ്പം നമ്മൾ ദുബായിൽ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇതിന് വളരെ സമയമെടുക്കും, മെക്കാനിക് ആയിരിക്കണം, അത് അറിഞ്ഞ ആൾക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിന് വേണ്ട, നമ്മളിതെല്ലാം അസംബിൾ ചെയ്ത് തരാം, വേണ്ട പാർട്സ് മതി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരും. അങ്ങനെ ഒന്നല്ല, പലതും കൊണ്ടുവന്നിട്ട് രാവിലെ ഞങ്ങൾ 6:30 എഴുന്നേൽക്കും. അപ്പോൾ അവിടെ നമ്മളവിടെ രണ്ടുപേരും ഇരുന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇത് പണിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഈ ആ നീല വണ്ടിക്കകത്താണ്. മണ്ഡലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വണ്ടി ഇല്ലാതെ പോയില്ല. നമ്മളൊരു പരിപാടിക്ക് വന്നിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഓർമ്മയുണ്ടായിരുന്നു, അന്ന് പോലും എന്തോ ഒരു വല്ലാത്തൊരു വിഷമം പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കിതിനോട് ആ വണ്ടിയോടും ഒക്കെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഞാൻ കഴിയുന്ന സാധനങ്ങളൊന്നും എനിക്കൊരു സാധനത്തിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിൽക്കുകയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വണ്ടിയോടൊരു സ്നേഹമുണ്ട് എനിക്ക്. കാരണം കുറേ വർഷം എൻ്റെ കൂടെ ഇങ്ങനെ ഇത് എല്ലാ സാധനങ്ങളോടും ഒരു സെൻറ്റിമെൻറ്റ്സ് വയ്ക്കുന്നതാണ്, ഈ വസ്തുക്കളോട് പോലും. അപ്പോൾ അതങ്ങനെ ഒരു സ്വഭാവമാണ്. അതെൻ്റെ അച്ഛൻ പറയും, നിനക്കിത് നല്ലതല്ല, നീ ആവശ്യമില്ലാത്ത ഇൻവോൾവ്മെൻറ്റ് വേണ്ട എന്ന് അച്ഛൻ എപ്പോഴും ഉപദേശിക്കും. പിന്നെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് 2 വർഷം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ കുറേ നല്ല ഉപദേശങ്ങൾ തന്നിരുന്നു. അത് വളരെ ഗുണപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. കാരണം ഒരു പാർട്ടിയെ നയിക്കാനും ഒരു മന്ത്രിയായിരിക്കാനും MLA ആയിരിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ അച്ഛൻ ചില ഈ രാഷ്ട്രീയത്തിന് പറ്റിയ ചില ഉപദേശമുണ്ട്. ഇവർക്കൊന്നും ഭയമില്ലാത്ത ആളുകളാണ്. അതെ അതെ, ഭയമൊന്നും എനിക്ക് ഇവിടെ ഇല്ല. ഓണക്കാലത്ത് നമുക്ക് കൂടുതൽ കളിപ്പാട്ടങ്ങളായിരുന്നു കിട്ടിയിരുന്നത് സമ്മാനമായിട്ട്. ഇല്ലില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ സമ്മാനം ഞാൻ കൊടുക്കുക. അതുകൊണ്ട് പറഞ്ഞു, ഈ ദുബായി വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ച് ഷെറീഫ് പറഞ്ഞു, ചേട്ടാ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് പോകും നോക്കും. നമ്മൾ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അറിയാം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം വലിയ ഒരേ സാധനം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ടൈറ്റാനിക് ഒരു ഉണ്ട്, നോക്കൂ. ടൈറ്റാനിക് ഒറിജിനൽ ടൈറ്റാനിക് വർക്കിംഗ് ആണ്, വെള്ളത്തിൽ മൂവ് ചെയ്യുന്നതാണ്. ഈ മന്ത്രിസഭയുടെ അവസാന കാലത്തെ ഓണമാണെന്ന് തോന്നുന്നു. അന്നേരം അങ്ങനെയുള്ള സമയത്ത് നമുക്കിനി ഒരു കുറച്ച് നാളൂടെ ഉള്ളൂ. എന്തായിരിക്കും നമ്മളൊരു മന്ത്രിസഭ എന്നുള്ള ലെവലിൽ സർക്കാരിന് ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൂ. ഇലക്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് ടെൻഷനൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മണ്ഡലത്തിലേക്കും ആവശ്യമായ ജോലി, ഇപ്പോൾ മന്ത്രി എന്നുള്ളതിൽ ആവശ്യമായ ജോലി അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെ വിലയിരുത്തുന്നത് ജനങ്ങളാണ്. വിലയിരുത്തിയിട്ട് ഇവൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാം. അല്ല ഇലക്ഷൻ വരുന്നു പറഞ്ഞ് വെപ്രാളും ടെൻഷൻ, അതിലൊന്നും ഒരു ടെൻഷനില്ല. കാരണം ഈ നമ്മൾ ഈ ഏത് പദവിയും ഷർട്ട് ഇടുന്ന പോലെയാണ് ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ ഷർട്ട് ഇവർ ആരെങ്കിലും എടുത്ത് ഒന്നി ബിന്ദു എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇവരാരെങ്കിലും എടുത്ത് വയ്ക്കുന്ന ഒരു ഷർട്ട് മുണ്ടു അങ്ങനെ ഞാൻ നോക്കത്തില്ല. എൻ്റെ മാച്ചും കാര്യങ്ങളും നോക്കത്തില്ല. എടുത്ത് വയ്ക്കുന്ന ഇട്ടുണ്ടെങ്കിൽ പോകും. അത് ഇന്ന് എന്തോ ഇട്ടേക്കുന്ന ഞാൻ അങ്ങോട്ട് പോലും നോക്കല്ല. ഒരു ഷർട്ട് വേണം എന്നുള്ള ഇട്ട് നോക്കും, ഇട്ടിട്ട് അങ്ങ് കൊണ്ടുപോകും. അതിൻ്റെ ഡിസൈൻ നോക്കും. ഇന്നലെ എന്താ നിങ്ങൾ ഇട്ടുന്ന ഷർട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെയാണ് എനിക്ക് സംബന്ധിച്ച്. ഇതങ്ങോട്ട് ഒരു മാറ്റി വേറെ ഇടുക. അതുപോലെ ഏത് പദവിയും നമ്മൾ അങ്ങനെ തന്നെ കണ്ടാലും ഒരു പ്രശ്നമില്ല. കാരണം മന്ത്രി ആയിരിക്കുമ്പോൾ മന്ത്രി, MLA ആയിരിക്കുമ്പോൾ MLA. അതിപ്പോൾ നാളെ അങ്ങോട്ട് അഴിച്ചു വെച്ചാലും നമുക്കൊന്നും സംഭവിക്കില്ല. ഇതിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനോടൊന്നും എനിക്ക് മനുഷ്യനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, മൃഗങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, വസ്തുക്കളോടുണ്ട്. പക്ഷേ ഈ അധികാര സ്ഥാനങ്ങളോട് എനിക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല. ചേച്ചി നന്നായി ആരോഗ്യം നോക്കുന്ന ഒരാളാണ്. ഇത്തവണ ആശംസകളെക്കാട്ടി കൂടുതൽ ഒരു ദിവസമെങ്കിലും ഇത്തവണ കുടുംബമായിട്ടിരിക്കുക, ചേച്ചിയോണ്ടിരിക്കുക, ഓണൊക്കെ മാറ്റി വെച്ചിട്ട് ഗംഭീരമായിട്ടിരിക്കുക, ആരോഗ്യം നോക്കുക. അത് ഗംഭീരമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു ചേച്ചി. എല്ലാവർക്കും, കണ്ണനും മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സമൃദ്ധി നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ.